ശ്രീകൃഷ്ണ ഭഗവാന്റെ ഐതിഹ്യ കഥകൾ വിശദമാക്കുന്ന ചിത്രഭാഗവതം ചുമർചിത്ര ചുമര് സജ്ജമായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ചിത്രചുമര് ഗുരുവായൂരപ്പനായി സമർപ്പിച്ചു. കഴിഞ്ഞ കുറേ കാലമായി നിറം മങ്ങി ശോഭ കെട്ടു നിന്നിരുന്ന പഴയ ചുമർചിത്രങ്ങൾ മാറ്റി വരച്ച് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാസ്വദിക്കാൻ പറ്റിയ രീതിയിൽ ഒരുക്കണമെന്നുള്ള ഒരു ചിന്ത ഭരണസമിതിയുടെ മനസ്സിലുണ്ടാവുകയും അതിന് ചേരുന്ന രീതിയിൽ ഈ ചുമരുകളിലെ തേപ്പടക്കം മാറ്റി പുതുക്കി അതിനുശേഷം ഈ പുതിയ ചിത്രകഥ ഭാഗവത കഥയാണ് ഇതിലൂടെ അനാവൃതമാവുന്നത്. ഭാഗവത കഥയിൽ തന്നെ അപൂർവം ചില കാര്യങ്ങൾ മാത്രമാണ് കൃഷ്ണന് പ്രായപൂർത്തിയായതിന് ശേഷമുള്ളത്. മറ്റൊക്കെ കുട്ടിക്കാലത്തെ കൃഷ്ണൻ്റെ ബാലലീലകളാണ് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നത് വരെയുള്ള ആ കഥകളെ ആസ്പദമാക്കിയാണ് ഇതിലുള്ള ഓരോ ചിത്രങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രചനയ്ക്കുള്ള മറ്റൊരു സവിശേഷത, ഇതിൻ്റെ മുകളിലൊരു ചെറിയ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ചിത്രം പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് അത് കാണാനെത്തുന്നവർക്ക് മനസ്സിലാക്കി ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ചെറു കുറിപ്പുകൾ നൽകിയിട്ടുണ്ട്. 25ഓളം കലാകാരന്മാർ ഇവിടെ നിന്നും പഠിച്ച് പുറത്തിറങ്ങി വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമർചിത്രകാരന്മാരാണ് ഇതിനകത്ത് മുഖ്യമായിട്ടും പങ്കെടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ നമ്മുടെ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരോടൊപ്പം ചേർന്ന് ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 11 ദിവസമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ 11 ദിവസം കൊണ്ട് ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു ചുമർചിത്ര രചന നടത്തുക എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെയും ഗുരുവായൂർ ദേവസ്വം മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചത് നമ്മുടെ മുൻ പ്രിൻസിപ്പാൾ കെ.യു. കൃഷ്ണകുമാറാണ്. അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ പ്രിൻസിപ്പൾ ശ്രീ നളിൻ